വെൽക്കം ബാക്ക് ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനിൽ നമുക്ക് ഇനി അടുത്ത അത് പറയാൻ പോകുന്നത് ജസ്റ്റ് ഫോർമാറ്റിംഗ് ടെസ്റ്റും അതേപോലെ തന്നെ ഫോർമാറ്റിംഗ് ഷേപ്പും രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒന്നാണ് കേട്ടോ പറയാൻ പോകുന്നത്. എന്താ ചോദിച്ചാൽ നമ്മൾ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ പോവാണ്. അതിൻ്റെ ഫസ്റ്റ് ഘടകമായിട്ട് നമുക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നോക്കാം എന്ത് ടൈപ്പ് ഓഫ് ട്രാൻസിഷനാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്. മോർഫ് ട്രാൻസിഷനാണ്. പക്ഷേ എങ്കിലും മോർഫ് ട്രാൻസിഷൻ കാണാൻ അൺട്രാപ്ഡ് പെട്ടു. മോർഫ് ട്രാൻസിഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ഭംഗിയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടും. അതാകട്ടെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് അപ്ഡേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയത് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കുകയോ ചെയ്യാം. അതിന് നമുക്കിപ്പോൾ ടൈമില്ല മതിപ്പം. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, മോർഫ് ട്രാൻസിഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് വളരെ നല്ല ഭംഗിയിലൊരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം സ്റ്റേജസ് ഓഫ് കോൺക്രീറ്റ്, കോഴ്സ് ഓഫ് കോൺക്രീറ്റ് അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് കോൺക്രീറ്റ്. എന്തൊക്കെ സ്റ്റേജസ് ഓഫ് കോൺക്രീറ്റ് ഉണ്ട്? ബാച്ചിങ്, മിക്സിങ്, അതേപോലെ ട്രാൻസ്പോർട്ടേഷന്, പ്ലേസിങ്, കോമ്പാക്റ്റിങ്, ക്യൂറിങ്, അങ്ങനെ ഒരുപാട് ഒരു 7 സ്റ്റെപ്പ് ഉണ്ട്. അതിൽ സ്റ്റേജസ് ഓഫ് കോൺക്രീറ്റ് അതിൻ്റെ ഫസ്റ്റ് സ്ലൈഡാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പാർട്ട് 1 ആണ് കേട്ടോ. പാർട്ട് 2 നമുക്ക് കംപ്ലീറ്റ് സ്ലൈഡ് ഉണ്ടാക്കാം. ഇനി അതിൻ്റെ സ്ലൈഡൊക്കെ നമുക്ക് ഇൻസെർട്ട് ചെയ്തു. അതിനെന്തെങ്കിലും ഫോണ്ടോ മാറ്റങ്ങളോ ഇതിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാനൊരു ബ്ലാക്ക് തീം എടുത്തു. അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ടെസ്റ്റിനെ ഒന്ന് ഫോർമാറ്റ് ചെയ്യണം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് ടെസ്റ്റ് എടുക്കുക. അതിൽ നോ ഫില്ലാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. ഔട്ട്ലൈന് മാത്രം കൊടുത്തിട്ടുള്ള ടെസ്റ്റ് ഫില്ല് നോ കൊടുക്കുക. ടെസ്റ്റ് ഔട്ട്ലൈനിൽ നമുക്കെന്താ നല്ലൊരു വൈറ്റ് കളറുള്ള ബാക്ക്ഗ്രൗണ്ട് ഞാൻ കൊടുത്തു. അത് വേണമെങ്കിൽ നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാനിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ക്യാപിറ്റൽ ലെറ്ററാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ആസ് യു വിഷ്. നിങ്ങളുടെ ഇഷ്ടം പ്രകാരം നിങ്ങൾക്ക് ഈ നിങ്ങളുടെ പ്രസൻറ്റേഷൻ തയ്യാറാക്കാം. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇത് ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസെർട്ട് പോയി പിക്ചർ എടുത്തു. പിക്ചറിൽ ഇൻസെർട്ട് ചെയ്താലും ആ പിക്ചർ ഫ്രണ്ടിലായിട്ടാണ് വരിക എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് നമ്മൾ ബാക്കിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താ സെൻഡ് ബാക്ക്വേർഡ് ചെയ്യുക. സെൻഡ് ബാക്ക്വേർഡ് ചെയ്യുമ്പോൾ നമ്മൾ ടെസ്റ്റ് കാണാനില്ല. കാരണം എന്താ, നമ്മൾ ഔട്ട്ലൈന് മാത്രമുള്ള ടെസ്റ്റാണ്, അത് വൈറ്റ് കളറാണായിട്ട് ടെസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതൊരു ഭംഗിയില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടെസ്റ്റിന് നമ്മുടെ ഫോട്ടോനെ ഡിലീറ്റ് ചെയ്തിട്ട് നമുക്കൊരു നല്ലൊരു മോഡലായിട്ട് ആ ഒരു ഫോട്ടോനെ തന്നെ നമുക്ക് കൊടുക്കാം. എങ്ങനെയല്ലേ, നമ്മൾ ഇൻസെർട്ട് പോവുക, ഷേപ്പ് എടുക്കുക. നമുക്ക് ഷേപ്പിൽ ഒരുപാട് ഇത് കാണാം, ലൈന് കാണാം, പോളിഗൺസ് കാണാം, ഒരുപാട് ഷേപ്പ് കാണാം. അതിൽ ഞാൻ ജസ്റ്റ് പോളിഗണായിട്ട് ജസ്റ്റ് നമുക്ക് കൈകൊണ്ട് വരച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ഇതെടുത്തു. അങ്ങനെ ഇന്ന ഷേപ്പ് എന്നല്ല കേട്ടോ, തോന്നിയ ഷേപ്പിൽ ഞാനൊരു ഇത് വരച്ചു. അതിൽ ഞാനെന്താ ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഷേപ്പ് ഫോർമാറ്റ് കൊടുത്തു. അതിലൊരു ഫില്ല് കൊടുത്തത് വൈറ്റ് കളറായിട്ട് കൊടുത്തു. വൈറ്റ് കളറായിട്ട് കൊടുത്ത ശേഷം ഞാൻ അതിലെന്ത് ചെയ്തു, അതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ പോയിൻറ്റ്സൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. എഡിറ്റ് പോയിൻറ്റ്സ് ഉണ്ടാവും, കണ്ടില്ലേ, എഡിറ്റ് പോയിൻറ്റ്സിൽ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഞാൻ അത് ബ്രിങ് ബാക്ക് കൊടുത്തു, ബാക്ക്വേർഡ് പോയിട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ആ ഒരു ടെസ്റ്റ് കൊടുക്കാം. ഫോർമാറ്റ് ഷേപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഫോർമാറ്റ് ഷേപ്പ് എടുത്തു. ഞാനൊരു പിക്ചർ, ഒരു റാൻഡമിൽ ഞാൻ കുറേ പിക്ചറുണ്ട്, അതിലൊരു പിക്ചർ എടുത്ത് ഞാൻ ഇൻസെർട്ട് കൊടുത്തു. ഇതുവരെ ഓക്കെ അല്ലേ? ഇതുവരെ നമുക്കൊക്കെ മനസ്സിലായി. ഫോർമാറ്റ് ടെസ്റ്റും ചെയ്തു, ഫോർമാറ്റ് ഷേപ്പും ചെയ്തു. ഈ രണ്ടെണ്ണമാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് പറയാൻ പോകുന്നത്. പിന്നെ പറയാൻ പോകുന്നത് വെച്ചാൽ ടെസ്റ്റിൻ്റെ അനിമേഷൻസ് കുറേ ഉണ്ടാവും. ട്രാൻസിഷൻ എന്ന് പറയുന്നത് സ്ലൈഡിൻ്റെ ട്രാൻസിഷനാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ടെസ്റ്റിനെ ഒന്നും കൂടെ ഒന്ന് ഇതാക്കാൻ വേണ്ടി ടെസ്റ്റ് ഫോർമാറ്റിങ്ങിൽ ടെസ്റ്റിന് ഫില്ല് ചെയ്തത് ഞാൻ പിക്ചർ ഫില്ലാണ് കൊടുത്തിട്ടുള്ളത്. അധികമായിട്ടൊന്നും ചിന്തിക്കേണ്ട. ടെസ്റ്റ് ഫോർമാറ്റിങ്ങും അതേപോലെ തന്നെ ഫോർമാറ്റ് ഷേപ്പുമാണ് നമുക്ക് ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെന്ന് വെച്ചാൽ നമ്മൾ അനിമേഷനായിട്ട് കൊടുക്കുന്നത് എന്തിനായിരിക്കും, അനിമേഷനായിട്ട് കൊടുക്കുന്നത് നമ്മൾ ടെസ്റ്റിനാണ്, ട്രാൻസിഷൻ കൊടുക്കുന്നത് നമ്മൾ സ്ലൈഡിനാണ്. ഈ ഒരു 2 ഡിഫറൻസും കൂടി മനസ്സിലാക്കി വെക്കുക. എത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ അതിന് ട്രാൻസിഷനോ അനിമേഷൻസോ ഒന്നും കൊടുത്തിട്ടില്ല. ഞാനിപ്പോൾ അനിമേഷൻ കൊടുക്കാൻ പോവാണ്. ട്രാൻസിഷൻ കൊടുക്കാൻ പോവാണ്. ട്രാൻസിഷൻ കൊടുക്കുമ്പോൾ സ്ലൈഡിൽ പല രീതിയിലും വരുന്നതായിട്ട് നമുക്ക് കാണാം.